പാലക്കാട് കൊല്ലങ്കോട് ജനവാസ മേഖലയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം. ചീരണി കേശവൻകോട് പ്രദേശത്ത് കണ്ടെത്തിയ കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു. കൊല്ലങ്കോട് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക വനം വകുപ്പ് സംഘം പുലിയെ കണ്ടെത്തി കാട്ടിലേക്ക് തുരത്താൻ നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് കൊല്ലങ്കോട് ചീരണി കാളിക്കൊമ്പ് സ്വദേശികളായ അർജുനൻ, കൃഷ്ണൻകുട്ടി, വിജയൻ തുടങ്ങിയവർ ജനവാസ മേഖലയിൽ പുലിയെ കണ്ടത്. ചെത്തുതൊഴിലാളിയായ വിജയൻ വളർത്തുനായയെ പുലി കടിച്ചുകൊണ്ടുപോകുന്നത് പനയിലിരിക്കെയാണ് കണ്ടത്. പ്രദേശത്തെ വിവിധയിടങ്ങളിൽ കണ്ടെത്തിയ അജ്ഞാത ജീവിയുടെ കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് സ്ഥിരീകരിച്ചതോടെ വനംവകുപ്പ് പുലിയെ കണ്ടെത്തി കാടുകയറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. കൊല്ലങ്കോട് റേഞ്ച് ഓഫീസർ കെ പ്രമോദിന്റെ നേതൃത്വത്തിൽ 20 അംഗ വനംവകുപ്പ് ജീവനക്കാരാണ് പ്രദേശത്ത് തിരച്ചിൽ നടത്തുന്നത്. പുലിയുടെ താവളം കണ്ടെത്തിയാൽ രാത്രിയിൽ പടക്കം പൊട്ടിച്ച് കാട് കയറ്റാനാണ് വനംവകുപ്പിന്റെ ലക്ഷ്യം. പുലിയുടെ സഞ്ചാരപാത കണ്ടെത്താനായി 2 നിരീക്ഷണ ക്യാമറകളും വനംവകുപ്പ് പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. 20 ദിവസങ്ങൾക്ക് മുൻപ് ഒരു പുലി കമ്പി വേലിയിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെടാനിടയായി. അന്ന് തന്നെ ആളുകൾ പറഞ്ഞു ഒറ്റയ്ക്കല്ല 2 പുലികളുണ്ട് എന്നതാണ് അന്ന് പറഞ്ഞത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഈ പ്രദേശത്ത് കേശവൻകോട് പ്രദേശത്ത് കാൽപാദം കണ്ടുവെന്നും അതിൽ വലിയ ആശങ്കയിലുമാണ് ജനങ്ങൾ. ജനവാസ മേഖലയിൽ തുടർച്ചയായി പുലിയെത്തുന്നതിനാൽ ഏറെ ഭയത്തോടെയാണ് പ്രദേശവാസികൾ കഴിയുന്നത്. 2 ആഴ്ചകൾക്ക് മുമ്പ് കമ്പിവേലിയിൽ പുള്ളിപ്പുലി കുടുങ്ങിയ വാഴപ്പുഴയ്ക്ക് സമീപമാണ് ഇപ്പോൾ വീണ്ടും പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൈരളി ന്യൂസ്, പാലക്കാട്.